നിലമാകുമേ. എത്ര പേർക്ക് ഈ വരികളുടെ അർത്ഥം അറിയാമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഇങ്ങനെ പറയുന്നത്, വനാന്തിരം കാടുപോലെ നിൽക്കുന്നത് ഒരു വയലാകുമെന്ന്. ഹല്ലേലൂയ. കാടുകൊണ്ട് വലിയ പ്രയോജനമില്ല, പക്ഷേ ഹല്ലേലൂയ വയൽ അനേകർക്ക് പ്രയോജനം ഉണ്ടാകുന്നതാണ്. ഹല്ലേലൂയ. നീർ വന്നാൽ സൂഴ്നിലൈ മാറുമേ. നീ വന്നാൽ ശൂന്യതയെല്ലാം മാറും, മുടിയാതതും സാധ്യമാകുമേ. ഹല്ലേലൂയ. ഒരിക്കലും നടക്കത്തില്ല, ഒരിക്കലും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ സാധ്യമാകും. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. വനാന്തിരം വയൽവെളിയാകുമേ, പാഴാനത് പയർനിലമാകുമേ. വനാന്തിരം വയൽവെളിയാകുമേ, പാഴാനത് പയർനിലമാകുമേ. നീർ വന്നാൽ സൂഴ്നിലൈ മാറുമേ, മൂടിയാതതും സാധ്യമാകുമേ. ഓ നീർ വന്നാൽ സൂഴ്നിലൈ മാറുമേ, മൂടിയാതതും സാധ്യമാകുമേ. நிறைவே நீர் வாருமே, நிறைவே நீர் வேண்டுமே, நிறைவே நீர் போதுமே. ஆவியானவரே நிறைவே நீர் வாருமே, நிறைவே நீர் வேண்டுமே, நிறைவே நீர் போதுமே. ആവിയാനവരേ ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ഒരു നിമിഷം നമ്മളെ തന്നെ സമർപ്പിക്കാമോ? എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം ആ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ആ ദൈവ സാന്നിധ്യത്തിലേക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ വായിൽ നിന്ന് അറിയാതെ വന്ന വാക്കുകൾ, തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ, ഹല്ലേലൂയ. നമ്മൾ ആരും പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യരല്ല. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഒറ്റ വാക്കിൽ കർത്താവേ എൻ്റെ കുറവുകളെ നീ ക്ഷമിക്കണമെന്നൊന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരും ഒരു വാക്കിൽ പ്രിയമുള്ള ദൈവമക്കളെ, ഹല്ലേലൂയ, ഒരു വാക്ക് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. ഇതുവരെയുള്ള നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകൾ, ആത്മീയ ജീവിതത്തിന്റെ കെട്ടുപാടുകളെ മാറ്റിമറിക്കുന്ന ഒരു വാക്കായത്. ഹല്ലേലൂയ. നീ എൻ്റെ കുറവുകളെ ഒന്ന് ക്ഷമിക്കണമേ. ദൈവ സാന്നിധ്യം എനിക്ക് വേണം കർത്താവേ. ആരാധന. എൻ കെട്ടുകളെ അഴിച്ച യേശുവിൻ നാമം സർവവ്യാധി മാറ്റിയ നാമം. എൻ ഭയമെല്ലാം മാറ്റി യേശുവിൻ നാമം എന്നെ ശക്തന മാറ്റുന്ന നാമം. എൻ കെട്ടുകളെ അഴിച്ച യേശുവിൻ നാമം സർവവ്യാധിയും മാറ്റിയ നാമം. എൻ ഭയമെല്ലാം മാറ്റി യേശുവിൻ നാമം എന്നെ ശക്തന മാറ്റുന്ന നാമം. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ,
അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. 10,000 സുന്ദരനെ ശാരോനിൻ റോജാവേ, 10,000 സുന്ദരനെ ശാരോനിൻ റോജാവേ, അങ്ങയ്ക്കു തുല്യനായ അങ്ങു മാത്രം. ഓ അങ്ങയ്ക്കു തുല്യനായ അങ്ങു മാത്രം. എല്ലാറ്റിലും മേലാൻ ഒരേ ഒരു നാമം. അറിയാവുന്ന എല്ലാ ദൈവമക്കളും ചേർന്ന് പാടിയാണ്. നാമം എല്ലാ നാവും പാടും, യേശുവിൻ നാമം ഒപ്പം പറഞ്ഞിടാനിടയില്ല. നാമം എല്ലാറ്റിനും മേലായി, എല്ലാറ്റിനും മേലായി ഒരേ ഒരു നാമം. മടങ്ങിടും നാമം. എല്ലാ നാവും പാടും, എല്ലാ നാവും പാടും, യേശുവിൻ നാമം ഒപ്പം പറഞ്ഞിടാനിടയില്ല. നാമം ഒരുമിച്ച് ചേർന്ന് അത്ഭുതമായ അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. 10,000 സുന്ദരനെ ശാരോനിൻ റോജാവേ, 10,000 സുന്ദരനെ ശാരോനിൻ റോജാവേ, അങ്ങയ്ക്കു തുല്യനായ അങ്ങു മാത്രം. അങ്ങയ്ക്കു തുല്യനായ അങ്ങു മാത്രം. ഒരു നിമിഷം ദിവസം നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം എല്ലാ പ്രിയപ്പെട്ടവർക്കും. ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവരും. ഹല്ലേലൂയ. ഇപ്പോഴും ഇതിനകത്ത് ഉറങ്ങിയിരിക്കുന്ന ആൾക്കാരുണ്ട്, ഇപ്പോഴും നിങ്ങൾ ഇതിനകത്ത് മയങ്ങിയിരിക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ നാവിൻ്റെ ശക്തി എന്തുമാത്രമാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ നാവിൻ്റെ ശക്തി നിങ്ങൾക്കറിയാമോ? നമ്മൾ ഈ പാട്ടൊക്കെ പാടുമ്പം ഞങ്ങൾ പാടുന്നു, നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുന്നു. ഇത് ഹല്ലേലൂയ, ഇതൊരിക്കലും നിങ്ങളെ മാറ്റത്തില്ല, ഒരിക്കലും നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിനെ ചേഞ്ച് ചെയ്യത്തില്ല. നിങ്ങൾക്ക് എന്നോട് എത്ര വിരോധം തോന്നിയാലും, ഇനി അടുത്ത ആഴ്ച പാസ്റ്റർ വരണ്ടെന്ന് പറഞ്ഞാലും ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുക. നിങ്ങൾ മിണ്ടാതിരുന്നാൽ, നിങ്ങൾ വാ തുറക്കാതിരുന്നാൽ നിങ്ങളൊന്നും ആകത്തില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ആഞ്ഞടിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് അതിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ ഹല്ലേലൂയ, നിങ്ങൾ വാ തുറന്ന് അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമമാണ് യേശുവിൻ്റെ നാമമെന്ന് ചേർന്ന് പാടുമ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ പിശാച് ഒരുക്കിയിരിക്കുന്ന എല്ലാ പദ്ധതികളും ഓരോന്നോരോന്നായി തകർന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നും ദൈവമക്കൾ പേടിക്കുന്നത് നിങ്ങളുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന ഒരു വേസ്റ്റായ വ്യക്തിയെ. എത്ര പേര് മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പോഴും നമ്മൾ ഭയപ്പെടുന്നത്, ഹല്ലേലൂയ, ഇപ്പോഴും നമ്മൾ ഭയപ്പെടുന്നത് കർത്താവ് ഹല്ലേലൂയ നമുക്ക് തന്നിരിക്കുന്ന അധികാരം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, പാമ്പുകളെയും തേളുകളെയും ചവിട്ടുവാനുള്ള അധികാരം. നമ്മുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന ഒരു പിശാചിനെ നമ്മൾ പേടിക്കുന്നത്.
ഇന്ന് നീ ഇവിടെ നിൽക്കുമ്പോൾ നിന്റെ കാൽച്ചുവട്ടില പിശാചിന്റെ സ്ഥാനം. ഇതിനെ ഹല്ലേലൂയ പിശാച് ഒരുക്കുന്ന പദ്ധതികളെ എങ്ങനെ ജയിക്കാമെന്ന് വെച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, നിന്റെ നാവ് കൊണ്ട്. നിന്റെ നാവിൽ പകർന്നിരിക്കുന്ന അഭിഷേകം കൊണ്ട്, നിന്റെ നാവ് കൊണ്ട്. ഹല്ലേലൂയ. നാവ് ചെറിയൊരു അവയവമാണ്, പക്ഷേ ഹല്ലേലൂയ ചിലത് നീ പറയുന്നത് സംഭവിക്കും. നിന്റെ നാവിന്മേലുള്ള അധികാരം അതാ. നീ പറയുന്നതാ സംഭവിക്കാൻ പോകുന്നത്, നീ പറയുന്നതാ നടക്കാൻ പോകുന്നത്. പിശാചിന്റെ പദ്ധതി അല്ല നടക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പസമയം നമ്മൾ ഒരുമിച്ച് ചേർന്ന് പാടുമ്പോൾ ദൈവത്തിന്റെ മഹത്വം ഇതിനകത്ത് ചലിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇതിനകത്ത് ഇറങ്ങി വരട്ടെ. ലിറ്ററലി 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 ഹല്ലേലൂയ ദൈവത്തിന്റെ മുഖം കാണുന്ന ഒരു പകൽക്കാലമായി ഇത് മാറട്ടെ. ഓ നിങ്ങൾ എത്ര ഉപദേശം കേട്ടാലും, എത്ര ദൈവവചനം കേട്ടാലും ഒരു മാറ്റവും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. ജീവിതത്തിൽ ഒരു മാറ്റം വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവശബ്ദം കേൾക്കണം. ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ കാണണം. ദൈവത്തിന്റെ മുഖം നിങ്ങൾ കാണണം. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമ്മൾ പാട്ടുപാടി ആരാധിക്കാൻ പോവുക. നിങ്ങൾക്കറിയാം പൗലോസിന് എല്ലാ യോഗ്യതയുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഹല്ലേലൂയ പ്രത്യേകിച്ച് ഇവിടുത്തെ യുവജനങ്ങൾ കേൾക്കണം, പൗലോസിന് എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ സുവിശേഷം പറയാൻ ഒട്ടും അർഹനല്ലായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ എവിടെ അവന് ചേഞ്ച് വന്നെന്നറിയാമോ? പൗലോസിന് എവിടെ ചേഞ്ച് വന്നെന്നറിയാമോ? ദൈവജനത്തെ നശിപ്പിക്കുവാൻ, തകർക്കുവാൻ വേണ്ടി താൻ പദ്ധതി ഒരുക്കി. ഹല്ലേലൂയ. തൻ്റെ യാത്രാവേളയിൽ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് അവന്റെ ചെവിയിൽ ഒരു ശബ്ദം മുഴങ്ങി. നീ എന്തിനാ എന്നെ ഉപദ്രവിക്കുന്നതെന്നൊരു ശബ്ദം പൗലോസിന്റെ ചെവിയിൽ കേട്ടു. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഒരു വാക്കിന് കീഴ്പ്പെടേണ്ട ഒരാളല്ല പൗലോസ്. എല്ലാ യോഗ്യതയുമുള്ള, എല്ലാ വ്യക്തിത്വങ്ങളുമുള്ള, എല്ലാ അധികാരങ്ങളുമുള്ള, ഏത് അധികാരികളുടെ മുമ്പിലും ഹല്ലേലൂയ നെഞ്ചും നിവർത്തി നിൽക്കാൻ ആംബിയറുള്ള ഒരു മനുഷ്യനാണ് പൗലോസ്. പക്ഷെ ഹല്ലേലൂയ പൗലോസിന്റെ സകല ബുദ്ധിമണ്ഡലങ്ങളും മാറിയത് എവിടാന്നറിയാമോ? അവൻ ഒരു ശബ്ദം കേട്ടു. ഓ റാബാബ ശധന. ഇന്ന് വരെ അവന്റെ അറിവുകളിൽ ഒന്നുമില്ലാത്തൊരു ശബ്ദം. ഓ എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. ലോകത്തിന്റെ ഒരറിവുകൾക്കോ, ഹല്ലേലൂയ ലോകത്തിന്റെ ഒരു ബുദ്ധിക്കോ, ഒരു ശക്തിക്കോ ഹല്ലേലൂയ ഹല്ലേലൂയ അളക്കാൻ പറ്റാത്ത ഒരു ശബ്ദം അവന്റെ കാതുകളിൽ മുഴങ്ങി. അത് മറ്റാരുടെയും ശബ്ദമല്ല, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ ശബ്ദമത്രേ. ഇന്ന് പകൽക്കാലം എത്ര പേർ ആഗ്രഹിക്കുന്നു ആ ദൈവത്തിന്റെ ശബ്ദം ഒന്ന് കേൾക്കുവാൻ. നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റുന്ന, നിന്റെ ജീവിതത്തിന്റെ ദർശനങ്ങളെ മാറ്റുന്ന, നിന്റെ കാഴ്ചപ്പാടുകളെ മാറ്റുന്ന, ഹല്ലേലൂയ നിന്റെ ഹല്ലേലൂയ ഇന്ന് വരെയുള്ള എല്ലാ ബുദ്ധിമണ്ഡലങ്ങളെ മാറ്റുന്ന, ഇന്ന് വരെയുള്ള നിന്റെ അറിവുകളെ മാറ്റുന്ന, കർത്താവേ എന്റെ നാവിനെ ഉപയോഗിക്കണമെന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. എന്റെ നാവിനെ നീ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാട്ടെ. എല്ലാവരും അതരങ്ങളെ തുറന്നൊന്ന് പറഞ്ഞിട്ട് എന്റെ നാവിനെ ഉപയോഗിക്കണമേ. ഓ അസാധാരണമായ ഒരു ദൈവശക്തി ആരൊക്കെയോ സ്പർശിക്കുന്നതായി പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ആരുടെയൊക്കെയോ ജീവിത ശൈലിയെ മാറ്റുന്ന, ആരുടെയൊക്കെയോ പ്രാർത്ഥനാ ശൈലിയെ മാറ്റുന്ന, ആരുടെയൊക്കെയോ ശുശ്രൂഷ തലങ്ങളെ മാറ്റുന്ന ഒരു ദൈവശക്തി ഇതിനകത്ത് ചലിക്കുന്നു. അയലത്തുകാർ പറയുന്നതല്ല നിന്റെ മക്കളുടെ ഭാവി, നിങ്ങളുടെ മക്കളുടെ ഭാവി അയലത്തുകാർ പറയുന്നതല്ല, നീ എഴുതി വെച്ചിരിക്കുന്നതല്ല, നീ സ്വപ്നം കാണുന്നതല്ല. അതിന്റെ അപ്പുറത്തേക്ക് പരിശുദ്ധാത്മാവ് നിന്നെയും നിന്റെ തലമുറയെയും കൈ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നീയാ തീരുമാനിക്കുന്നത്, നീയാ നിന്നെ പറ്റി പ്രവചിക്കുന്നത്, നീ എന്തായി തീരണമെന്ന് നീയാ പറയുന്നത്.
ഷധരാലാ ധുരബരബ ശധന. കെട്ടുകളെ അഴിച്ച് സർവ്വവ്യാധിയും മാറ്റിയ നാമം. അവരുകൾ ചേർന്നത് പാടാമോ? എൻ കെട്ടുകളെ അഴിച്ച യേശുവിൻ നാമം സർവ്വവ്യാധിയും. നിങ്ങൾ വരി ധൈര്യമായിട്ട് പാട്, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ. എൻ കെട്ടുകളെ അഴിച്ച യേശുവിൻ നാമം സർവ്വവ്യാധിയും. എൻ ഭയമെല്ലാം മാറ്റി. ആരുടെയൊക്കെയോ ഭയങ്ങൾ, ആരുടെയൊക്കെയോ ഭയങ്ങൾ, ആരുടെയൊക്കെയോ ഭയങ്ങൾ, ആരുടെയൊക്കെയോ ഭയങ്ങൾ ഇന്ന് പകൽക്കാലം ഇതിനകത്തുനിന്ന് മാറിപ്പോകുന്നു, ഇതിനകത്തുനിന്ന് മാറിപ്പോകുന്നു, ഇതിനകത്തുനിന്ന് മാറിപ്പോകുന്നു, ഇതിനകത്തുനിന്ന് മാറിപ്പോകുന്നു. നിന്നെയും നിന്റെ തലമുറയെയും ആ നിന്റെ ദേശത്തെയും വിട്ട് ആ ഭയം മാറിപ്പോകുന്നു. നാളുകളായി നിന്നെ ഭയപ്പെടുത്തി നിന്റെ ആത്മീയ ജീവിതത്തെ ഒതുക്കി കളയുന്ന പിശാചിന്റെ പ്രവൃത്തികൾ ഇന്ന് പകൽക്കാലം മാറിപ്പോകുന്നു. സർവ്വവ്യാധിയും നീങ്ങിപ്പോകട്ടെ, സർവ്വവ്യാധിയും നീങ്ങിപ്പോകട്ടെ. എല്ലാ കെട്ടുകളും അഴിയട്ടെ, എല്ലാ കെട്ടുകളും അഴിയട്ടെ. ചില വ്യക്തികളിൽ നിന്ന് സ്വതന്ത്രമാകട്ടെ, ചില കുഞ്ഞുങ്ങളിൽ നിന്ന് സ്വതന്ത്രമാകട്ടെ, ചില തലമുറകളിൽ നിന്ന് സ്വതന്ത്രമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സ്വതന്ത്രമാകട്ടെ, സ്വതന്ത്രമാകട്ടെ, സ്വതന്ത്രമാകട്ടെ. രാഘവാലാധന, രാഘവാലാധന, ശധരാലാധന, രൂപബാബാരെ കേലാബാ ശധന. ഏലിയാവിനെ പോലെ, ഏലിയാവിനെ പോലെ പ്രകൃതിയെ പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തി, ഒരു അഭിഷേകത്തിന്റെ ശക്തി ആരുടെയൊക്കെ ശിരസിന്റെ മേൽ പ്രകൃതിയെ പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തി, ഒരു വാഴ്ചയുടെ ശക്തി, ഒരു വാഴ്ചയുടെ ശക്തി, ഒരു വാഴ്ചയുടെ ശക്തി. പുറത്തു കൊണ്ടുവരട്ടെ, പുറത്തു കൊണ്ടുവരട്ടെ. സർവ്വവ്യാധിയെ നീക്കുന്ന, എല്ലാ കെട്ടുകളെയും അഴിക്കുന്ന, എല്ലാ ഭയത്തെയും മാറ്റുന്ന അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ. വായ്കളെ തുറന്നു പാടുന്നേ മക്കളെ. ഒരിക്കൽ കൂടി അത്ഭുതമായ നാമമേ. ചേർന്ന് പാടാമോ? ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ എത്ര പേര് ദൈവത്തിന്റെ മഹത്വം തിരിച്ചറിയുന്നു, ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നു. അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ,
അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. ഒരുമിച്ച് ചേർന്ന കരങ്ങളെ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താമോ? എല്ലാ പ്രിയപ്പെട്ടവരും ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നു. അതിന്റെ 13-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, ഒരു ശബത്തിൽ അവൻ പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ച് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇവിടെ ഈ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇതൊരു ശബത്ത് ദിവസമാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ശബത്ത് ദിവസത്തിൽ സൗഖ്യമില്ല. ഹല്ലേലൂയ. ഒരു പ്രവൃത്തിയും നടക്കത്തില്ല. റെസ്റ്റ് ചെയ്യാനുള്ള സമയമാണ്. ഹല്ലേലൂയ. ശബത്ത് ദിവസമാണിത്. ഹല്ലേലൂയ. ഒരു കൂനിയായ സ്ത്രീ ഒരു ചർച്ചിൽ കയറി വന്നു. നിങ്ങൾക്കറിയാമോ, 18 വർഷമായിട്ട് ഇവര് രോഗാത്മാവ് ബാധിച്ച് കുനിഞ്ഞു നടക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സമൂഹത്തിൽ ആ സ്ത്രീയെ പറ്റിയുള്ള സാക്ഷ്യം എന്താ? ഈ ദിവസം ചർച്ചിലോട്ട് ഈ സ്ത്രീ നടന്നു വരുക. നിങ്ങളുടെ മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കിയേ. മറ്റുള്ള ആൾക്കാർ പോട്ടെ, കൂടെ ആരാധിക്കുന്ന വിശ്വാസികൾ എന്ന് പറയും, ഇത്രയും വർഷമായിട്ട് നീ ഇതിന്റെ പുറകിൽ നടന്നിട്ട് നിന്റെ ജീവിതത്തിൽ എന്ത് പ്രയോജനമുണ്ടായി? അല്ലേ? 18 വർഷമായിട്ട് നീ ഭാരം ചുമക്കുമല്ലേ? ഓ ആരാധന. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നാളുകളായി നീ ചുമക്കുന്ന നിന്റെ നിന്ദയെ എടുത്തു മാറ്റുവാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്തുണ്ട്. പലരും നിന്നെ പറ്റി അപമാനിക്കും, പലരും നിന്നെ പറ്റി അപവാദം പറയും. ഹല്ലേലൂയ. വർഷം കുറെ ആയില്ലേ നീ ഇതിന്റെ പുറകിൽ നടക്കുന്നു, എന്ത് പ്രയോജനമാണെന്ന്. പക്ഷേ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, ഒന്നും നടക്കത്തില്ല എന്ന് പറയുന്ന ദിവസത്തിൽ ഈ ദിവസത്തിന്റെ പ്രത്യേകത ഒന്നും നടക്കാത്ത ദിവസം, ഒരത്ഭുതങ്ങളും കാണാത്ത ദിവസം. അതാ ഈ ദിവസത്തിന്റെ പ്രത്യേകത. പക്ഷെ എന്റെ യേശു പറയുന്നു, ഹല്ലേലൂയ, ആളുകൾ പറയും ഒന്നും നടക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. നിന്റെ ശത്രു നിന്നെ നോക്കി പറയും നിന്റെ ജീവിതത്തിൽ ഒന്നും നടക്കത്തില്ലെന്ന്. പക്ഷെ ഹല്ലേലൂയ, യേശുവിന്റെ സാന്നിധ്യം എവിടെയുണ്ടോ, ഓ ഓ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എവിടെയുണ്ടോ, ഹല്ലേലൂയ, അവിടെ നിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ശരീരത്തെ നാളുകളായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന, നാളുകളായി ഞാൻ ചുമന്നുകൊണ്ട് നടക്കുന്ന അപവാദം, അപമാനം, ഹല്ലേലൂയ, ഇതിന്റെ പരിഹാരം ഹല്ലേലൂയ ഇന്നാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത്, നമ്മുടെ നാവ് തുറന്ന് നിങ്ങൾക്കൊന്ന് പറയാമോ? മാറിപ്പോയി എൻ്റെ രോഗങ്ങൾ, ഹല്ലേലൂയ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായി എൻ്റെ രോഗങ്ങൾ. നിങ്ങൾക്ക് നാവ് തുറന്നൊന്ന് പറയാമോ? നാവ് തുറന്നൊന്ന് പറയാമോ? ഹല്ലേലൂയ. എൻ്റെ ശാപങ്ങൾ മാറുന്നൊരു പകൽക്കാലമാണിത്. എൻ്റെ നിന്ദ മാറുന്നൊരു പകൽക്കാലമാണിത്. എൻ്റെ രോഗങ്ങൾ മാറുന്നൊരു പകൽക്കാലമാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കരങ്ങളെ അടിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. Hallelujah. Thank you, Jesus. ഒരുമിച്ച് ചേർന്ന് കരങ്ങൾ അടിച്ച് നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായി എൻ്റെ രോഗങ്ങൾ, യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയി എൻ്റെ ശാപം, മാറി
സൗഖ്യമായ എൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ സർവശക്തനായവനെ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഈ വരികൾ ചേർന്ന് പാടാമോ? നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായി എൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ചേർന്ന് ഓ നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായ എൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഓ ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ. വിശ്വാസത്തോടെ വരികൾ ചേർന്ന് പാടാമോ? ഹല്ലേലൂയ. സൗഖ്യമായ എൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമം ശക്തിയായി, യേശു എന്നെ വീണ്ടെടുത്തു. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയായി, ഹല്ലേലൂയ നാമം ശക്തിയായി, യേശു എന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. യേശുവിൻ രക്തം ശുദ്ധിക്കാൻ, യേശുവിൻ രക്തം സൗഖ്യമായി, യേശുവിൻ രക്തം കഴുകലായി, യേശുവിന്റെ വിശ്വാസത്തോടെ ഓ യേശുവിൻ രക്തം ശുദ്ധിക്കാൻ, യേശുവിൻ രക്തം സൗഖ്യമായി, യേശുവിൻ രക്തം കഴുകലായി, യേശുവിന്റെ വീണ്ടെടുത്തു. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ
യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമം ശക്തിയായി, യേശുവിനെ വീണ്ടെടുത്തു. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമം ശക്തിയായി, യേശുവിനെ വീണ്ടെടുത്തു. ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഓ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ രാജാവിനെ, ഹല്ലേലൂയ ദൈവത്തിനെ, ഹല്ലേലൂയ കർത്താവിനെ, ഹല്ലേലൂയ യേശുവിനെ. ഹല്ലേലൂയ രാജാവിനെ, ഹല്ലേലൂയ ദൈവത്തിനെ, ഹല്ലേലൂയ കർത്താവിനെ, ഹല്ലേലൂയ യേശുവിനെ. ഗലീല എന്ന നാട്ടിൽ യേശു ജനങ്ങളെ തൊട്ടു. കുരുടർ മുടന്തർ സകലരെയും യേശു സൗഖ്യമാക്കി. ഗലീല എന്ന നാട്ടിൽ യേശു ജനങ്ങളെ തൊട്ടു. കുരുടർ മുടന്തർ സകലരെയും യേശു സൗഖ്യമാക്കി. ഹല്ലേലൂയ രാജാവിനെ, ഹല്ലേലൂയ ദൈവത്തിനെ, ഹല്ലേലൂയ കർത്താവിനെ, ഹല്ലേലൂയ യേശുവിനെ. കൈത്താളത്താൽ പാടിടം നാം, കൈത്താളത്താൽ പാടിടം നാം, കൈത്താളത്താൽ പാടിടം നാം. ഹല്ലേലൂയ കർത്താവിനെ. കൈത്താളത്താൽ പാടിടം നാം, കൈത്താളത്താൽ പാടിടം നാം, കൈത്താളത്താൽ പാടിടം നാം. ഹല്ലേലൂയ കർത്താവിനെ. സന്തോഷം പൊങ്കുതേ, സന്തോഷം പൊങ്കുതേ, സന്തോഷം എന്നിൽ പൊങ്കുതേ. ഹല്ലേലൂയ യേശു എന്നെ രക്ഷിച്ചു, മുற்றும் എന്നെ മാറ്റി. സന്തോഷം എന്നിൽ പൊങ്കുതേ. ഓ സന്തോഷം പൊങ്കുതേ, സന്തോഷം പൊങ്കുതേ, സന്തോഷം എന്നിൽ പൊങ്കുതേ. ഹല്ലേലൂയ യേശു എന്നെ രക്ഷിച്ചു, എന്നെ മുற்றும் മാറ്റി. സന്തോഷം എന്നിൽ പൊങ്കുതേ. Power, wonder working power in the prayer of the Lamb. There is power, power, wonder working power in the precious blood of the Lamb. Shakti, Shakti, അത്ഭുത ശക്തി യേശുവിൻ രക്തത്താൽ. ശക്തി വിശ്വാസത്തോടെ ആ ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൂരബലം തെരവൗടബലം തെര ധീരബലം തെരവൗടകലം തെരവൗടബാല ദൂരബാബ ദൂരബലം തെരവൗടകലം തെരവൗടബാല ദൂരബാബാനെ ഖേലവാദ ധീരബലം തെരവൗടബലം തെരവൗടകലം തെരവൗടഗമന. ഹേ ഹല്ലേലൂയ
പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ കവിഞ്ഞൊഴുക്ക്, പരിശുദ്ധാത്മാവിന്റെ വലിയൊരു കവിഞ്ഞൊഴുക്ക്. അത് മുട്ടോളമല്ല, അരയോളം പോരാ, നീന്തിട്ടല്ലാതെ കടക്കാനാവാത്ത ഒരു വലിയ ദൈവശക്തി. ഒരിക്കൽ കൂടി നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരും അല്പസമയം കൂടെ ആ കണ്ണുകളെ അടച്ച് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? വലിയ ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം. ഞാനവനുള്ളം കയ്യിലിരിക്കയാ, ആരുമില്ലേനീക്കു ദോഷം ചെയ്യുവാൻ. ഞാനവനുള്ളം കയ്യിലിരിക്കയാ, ആരുമില്ലേനീക്കു ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം അൻഹിതമാണെന്ന് ഞാനറിയുന്നു. ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം അൻഹിതമാണെന്ന് ഞാനറിയുന്നു. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ. എല്ലാ പ്രിയപ്പെട്ടവരും ഒരുമിച്ച് ചേർന്ന് പാടിയാട്ടെ. ഞാൻ ഇന്നു ബോധമായി എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടമെന്ന്. സ്വർഗത്തിലേക്ക് നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി, സ്വർഗത്തിലേക്ക് നിങ്ങളുടെ ഇരു കരങ്ങളെയും ഉയർത്തി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, ആരാധന ആരാധന ആരാധന. ആ ഇരു കരങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തി. ഓ, ഒരു വലിയ ദൈവസാന്നിധ്യം ഇന്ന് പകൽക്കാലം ചലിക്കട്ടെ. ഒരിക്കൽ കൂടി ആരാധന 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 ആരാധന. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ, സ്വന്തമേ, അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ. ജീവനേ, സ്വന്തമേ, അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ. ജീവനേ, സ്വന്തമേ, അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ. ആ വരികൾ ഒരിക്കൽ കൂടി പാടാമോ?
സ്വന്തമേ. ആരുമില്ലാത്തവർക്ക്, സ്വന്തമായി ആരുമില്ലാത്തവർക്ക്, ആശ്രയിപ്പാൻ ഒരു വ്യക്തിയും ഇല്ലാതിരിക്കുമ്പോൾ, എല്ലാ തകർച്ചയുടെ നടുവിൽ വേദനയാൽ നിന്റെ ഉള്ളം ഭാരപ്പെടുമ്പോൾ, നിന്റെ ഹൃദയം തകരുമ്പോൾ, ഇനി മുന്നോട്ട് എങ്ങനെയെന്ന് നീ ചിന്തിക്കുമ്പോൾ, പത്മോസിന്റെ ദ്വീപിൽ അകപ്പെട്ട, തള്ളപ്പെട്ട യോഹന്നാനെ നിങ്ങളൊന്ന് നോക്കിക്കേ. എല്ലാ പ്രതീക്ഷകളും അവിടെ അസ്തമിച്ചു. എല്ലാ പ്രതീക്ഷകളും അവിടെ അസ്തമിച്ചു. ഹല്ലേലൂയ. വലിയ പാറക്കൂട്ടങ്ങളും അസ്ഥി കഷ്ണങ്ങളും വലിയ കടലും മാത്രം മുമ്പിൽ അവശേഷിക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരു പ്രതീക്ഷയുമില്ലാതെ എല്ലാം തകർന്ന് തരിപ്പണമായി. അടുത്ത നിമിഷത്തിൽ എന്ത് ചെയ്യുമെന്ന് പോലും അറിയാതെ, ഹല്ലേലൂയ, ആയിരിക്കുന്ന വ്യക്തി ജീവിതമേ, നിന്നെ നോക്കി പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ഈ തകർച്ചയിൽ നിന്ന്, ഹല്ലേലൂയ, ഈ വലിയ തകർച്ചയിലാ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സാന്നിധ്യം നീ അറിയാൻ പോകുന്നത്. ഈ വലിയ തകർച്ചയിലാ, ഈ വലിയ നഷ്ടത്തിന്റെ മുമ്പിലാ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സാന്നിധ്യം നീ കാണാൻ പോകുന്നത്. മറ്റാർക്കും കൊടുക്കാത്ത ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, മറ്റ് ശിഷ്യന്മാർക്ക് ആർക്കും കൊടുക്കാത്ത ഒരു ദർശനം നിനക്ക് കിട്ടിയെങ്കിൽ അത് ആ മാറോട് ചേർന്നിരുന്നത് കൊണ്ടാ, ആ മാറിലോട്ട് നിന്റെ ശിരസ് ചേർത്ത് വെച്ചത് കൊണ്ടാ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായ പിതാവേ,